താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു സ്പെഷ്യൽ ജൂറി അവാർഡാണ്, ആദരവാണ് നമ്മൾ വേദിയിൽ നൽകുന്നത്. യെസ്, എല്ലാവർക്കും ഇരിക്കാം. രാജേട്ടൻ പ്ലീസ് സ്റ്റേ ബാക്ക്. അടുത്തത് രാജേട്ടനോടൊപ്പം ഞാൻ ഈ വേദിയിലേക്ക് ജൂറി ചെയർമാൻ ശ്രീ പി കെ സുനിൽ നാഥ്, അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് ആദരവോടുകൂടി ജൂറി ചെയർമാൻ ശ്രീ പി കെ സുനിൽ നാഥ്. അദ്ദേഹമില്ലേ? ഓക്കെ, അതേപോലെ ഓക്കെ, വരൂ ചേട്ടാ. അതുപോലെ തന്നെ ആദരവ് നൽകുന്നത് ശ്രീ സിബി പി എസ്, ചെയർമാൻ കേരള വിഷൻ ന്യൂസ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്പെഷ്യൽ ജൂറി ആദരവാണ് നമ്മൾ ഇവിടെ സമ്മാനിക്കാൻ പോകുന്നത്. സാമൂഹ്യ പ്രവർത്തകയായ രാജശ്രീ വക്കീൽ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ഷീല, ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ഒരുപാട് ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇത് നമ്മുടെ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അവാർഡ് കിട്ടിയ ആൾക്കാരെ തെരഞ്ഞെടുത്തത് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ്. ഈ ജൂറി മെമ്പേഴ്സിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ആദരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകയായ രാജശ്രീ വക്കീലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ഷീല, ഇവരെ രണ്ടുപേരെയും ചേർന്ന് നമ്മൾ ഇവിടെ ആദരിക്കുന്നു. ആദരവ് നൽകുന്നത് ശ്രീ സിബി പി എസ്, ചെയർമാൻ കേരള വിഷൻ ന്യൂസ്. നമ്മുടെ ഇവിടെ അവാർഡ് കിട്ടിയ എല്ലാ മെമ്പേഴ്സിനെയും തെരഞ്ഞെടുത്തത് ഈ ജൂറി മെമ്പേഴ്സ് ആണ്. ഈ ജൂറിയാണ് അവരെ തെരഞ്ഞെടുത്തത്. രാജശ്രീ വക്കീലും അഡ്വക്കേറ്റ് കെ ഷീലയും ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ ഇവിടെ ഇന്നത്തെ ഈ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ നടത്തിയ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങിയ എല്ലാ ബെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തതായിരുന്നു ഇവർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യെസ് താങ്ക് യു. പ്രിയപ്പെട്ട ആലപ്പുഴക്കാരെ, 10 ജില്ലകളാണ് ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. 10 ജില്ലകളിലും പ്രമുഖരായ സ്ത്രീ രത്നങ്ങൾ, വ്യക്തിത്വങ്ങളാണ് ജൂറിയായി രംഗത്ത് വന്നത്. അതിൽ പ്രൊഫസർ സുജ സൂസൻ ജോർജ്, വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ഷാഹിദ കമാൽ, എഴുത്തുകാരി ബൃന്ദ, അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെ പല ജില്ലകളിലായി വന്നിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രാജശ്രീ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ആലപ്പുഴയിലെ സജീവമായ അഭിഭാഷകയാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊന്ന് പറയാം. മൈത്രേൻ്റെയും ജയശ്രീയുടെയും മകൾ കനി കുസൃതി, ജയശ്രീയുടെ അനിയത്തിയാണ് രാജശ്രീ, കനി കുസൃതിയുടെ ചെറിയമ്മ. മറ്റൊന്ന്, രാജശ്രീയുടെ പ്രത്യേകത, രാജശ്രീ 21 സെന്റ് ബാലസദനത്തിനായി കഞ്ഞിക്കുഴി പഞ്ചായത്തിന് എഴുതി നൽകിയ ആളാണ്. സമീപകാലത്ത് വലിയൊരു കാര്യമാണ്. ഇത്രയും പറയാതെ പോകുന്നത് അനൗചിത്യമാണ് എന്നറിയാം. അതുകൊണ്ടാണ് ഇത് ഞാൻ തന്നെ മൈക്ക് വാങ്ങിച്ച് പറഞ്ഞത്. അഡ്വക്കേറ്റ് ഷീല നമ്മുടെ ഇവിടുത്തെ ജൂറിക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അഡ്വക്കേറ്റ് ഷീല ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമാണ്. ഹരിപ്പാടാണ് വീട്. രണ്ടുപേരും ആലപ്പുഴക്കാരാണ്. ഇനി ഇവിടെ അടുത്ത് കലവൂർ സ്വദേശിനിയായ അനുപമ കൂടിയുണ്ട്. അനുപമ ഇന്ന് വന്നിട്ടില്ല, സുഖമില്ലാത്തതുകൊണ്ട് വരാത്തതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എല്ലാവർക്കും രാജേട്ടൻ പറഞ്ഞ പോലെ രാജേട്ടൻ്റെ പെർഫോമൻസിലേക്ക് പോവാം. നിങ്ങൾക്ക്